നമസ്കാരം. നമ്മളെന്നുള്ളത് സ്കേജനിലാണ്. സ്കേജൻ എന്ന് പറയുന്നത് ഡെൻമാർക്കിൻ്റെ ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ പ്രദേശത്തെ പറ്റി പറയുവാണെങ്കിൽ യുനെസ്കോയുടെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൊന്നായ ഒരു സ്ഥലമാണ്. ഈ പ്രദേശത്തെ ബിൽഡിങ്ങുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ ഇപ്പോഴും പണ്ട് എങ്ങനെയായിരുന്നു ഉള്ളത് അതേപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അന്നത്തെ ആ വീടിൻ്റെ സ്ട്രക്ചറും അതുപോലെ പള്ളികളും മറ്റു കാര്യങ്ങളും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മെഡീവൽ പീരീഡിൽ പണിഞ്ഞിരുന്ന ഈ നഗരം ഇപ്പോഴും ഒരു മാറ്റവും കൂടാതെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഈ ടൗണിൽ വരാതെ പോവാറില്ല. ഇവിടെ ഉപയോഗിക്കുന്ന കറൻസി എന്ന് പറയുന്നത് സ്വീഡിഷ് ക്രോണയാണ്. ക്രോണ എന്ന് പറയുന്ന കറൻസിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ ടൗണിൽ അതിൻ്റെ തനിമ നിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ സൈലൻറ്റും കാമുമായിട്ടുള്ള ടൗണാണ്. ഇവിടെ ഒരു ഹോൺ പോലും അങ്ങനെ ആരും അടിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ ഷിപ്പ് ഏകദേശം രാവിലെ 8 മണിക്ക് ഇവിടെ വന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഷിപ്പ് ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് വന്നിരുന്ന ഗസ്റ്റുകൾക്കായാലും ക്രൂ മെമ്പേഴ്സിനായാലും ഇവിടെ എല്ലാം വന്ന് കണ്ട് കാഴ്ചകൾ കണ്ടിട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇവിടെ കൂടുതലായും കടലുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അധിവസിച്ചിരിക്കുന്നവരാണ് കൂടുതൽ. അപ്പം ഇവിടുത്തെ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും ഈ നാടിൻ്റേതായിട്ടുള്ള തനിമ പതിപ്പിക്കുന്ന കുറേയധികം സാധനങ്ങൾ കിട്ടാറുണ്ട്. അതായത് ഈ കടലിലെ കല്ലുകൾ, അതുപോലെ തന്നെ വലിയ മീനുകളുടെ അസ്ഥികൂടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാ ഷോപ്പുകളിലും ഉണ്ട്. പക്ഷേ അതിൻ്റെ വിലയൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം വിസ്ബിയുടെ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. വിസ്ബി എന്ന നഗരവും അല്ലെങ്കിൽ സ്കേജൻ എന്ന നഗരവും തമ്മിൽ ചെറിയ സാദൃശ്യങ്ങളുണ്ട്. രണ്ടും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലും പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പം വിസ്ബി വരുന്നത് സ്വീഡനിലാണ്. നമ്മൾ നാളെ വിസ്ബിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് വിസ്ബിയുടെ കാര്യം ഇപ്പോൾ എടുത്ത് പറഞ്ഞത്. അപ്പം സ്കേജനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ള ഈ ഒരു ടൗണിനെ പറ്റി തന്നെയാണ്. ഈ ടൗണിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു ഹോൺ പോലും ഒരു വണ്ടിയിൽ നിന്ന് അടിക്കാറില്ല. കാരണം അത്രയ്ക്ക് സൈലൻറ്റും കാമുമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഈ ടൗണിലെ ബാക്കി കാഴ്ചകളും